സുനിത ദീദി പറഞ്ഞത് ഞാനിപ്പോൾ പറയാം. നമസ്തേ മാസ്റ്റേഴ്സ്. മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ രാവിലെ 3 മണിക്കുള്ള സെക്ഷൻ തുടങ്ങി. അത് കേരളത്തിലുള്ള ആൾക്കാരിലേക്ക് എത്തുക എന്നത് മഹാവതാർ ബാബാജി, മാതാജി, സ്വാമി സമർത്ഥ്, പത്മനാഭസ്വാമി, പിന്നെ ഈ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ആഗ്രഹപ്രകാരമാണ് അത് നടന്നത്. കേരളത്തിലെ ഓഫ്ലൈൻ സെക്ഷനിൽ ഞാൻ വന്നിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. തൃശ്ശൂരിൽ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. തൃശ്ശൂർ സർപ്പദൈവങ്ങളുടെ വളരെ ഉണർന്നിരിക്കുന്ന എനർജിയുള്ള ഒരു സ്ഥലമാണ്. നാഗലക്ഷ്മി അവിടെ മഹാകാളിയുടെ സൗമ്യ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു. തൃശ്ശൂരിന്റെ മുഴുവൻ സ്ഥലത്തും ഭൂമിയുടെ അടിയിൽ അതായത് വളരെ വലിയ സർപ്പങ്ങൾ വസിക്കുന്നു. തൃശ്ശൂർ എന്ന പ്രദേശത്തിലെ ഓരോ വൃക്ഷത്തിലും, അതായത് അമ്പലത്തിന്റെ അടുത്തുള്ള വൃക്ഷങ്ങളിൽ അമ്മയുണ്ട്. പിന്നെ ഒരു വൃക്ഷത്തിൽ ടിബറ്റിൽ നിന്നുള്ള ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. അത് അവിടെ ഒരു പോർട്ടൽ പോലെയാണ്, ഒരു പോർട്ടലാണെന്നാണ് സുനിത ദീദി പറയുന്നത്. പിന്നെ വേറൊരു വൃക്ഷത്തിലും ഒരു പോർട്ടലുണ്ട്. അവിടെ ശിവന്റെ ആരാധന നടക്കുന്നു, അവിടെ ഹവനം നടക്കുന്നു. പിന്നെ നെക്സ്റ്റ് വേറൊരു വൃക്ഷമുണ്ട്. അവിടെ വേറൊരു പോർട്ടലുണ്ട്. അവിടെ സ്വയം ബാബാജി, മാതാജി, ലാഹിരി മഹാശായി, പിന്നെ അനന്തമയി അമ്മ മുതലായവർ ഇരിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ശംഭാലയിലേക്ക് പോകാൻ സാധിക്കും. അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ തന്നെ ഈ സെക്ഷൻ ഉണ്ടാവുക എന്നത്. ഇവിടം വരെ എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എൻ്റെ ഈ വരവ്, ഈ ഓഫ്ലൈൻ സെക്ഷൻ ഇവിടെ നടത്താനുണ്ടായ കാര്യം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് എന്നതുകൊണ്ടാണ്. അതായത് ഇവിടേക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ മലയാളം ട്രാൻസ്ലേഷൻ തുടങ്ങിയതും ഗീതാജിയെ സുനിത ദീദിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചതും. അത് വളരെ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗീതാജിയെ സുനിത മാഡത്തിന് കണ്ടുമുട്ടാൻ സാധിച്ചത്. പിന്നെ അതുകൊണ്ടാണ് ഓത്തൻറ്റിക് ലൈഫ് സെൻ്ററിനും കേരളത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ. ഇവിടെ വന്നതിന് ശേഷമാണ് സുനിത ദീദിക്ക് അത് മനസ്സിലായത്. അവിടെ ദിവ്യമായിട്ടുള്ള ഒരു എനർജി ഉണ്ട് തൃശ്ശൂര്. അതായത് തൃശ്ശൂരില് ഒരു സർപ്പത്തിന്റെ എനർജിയെ കാത്തു സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് സുനിത ദീദി പറയുന്നത്. പിന്നെ അവിടെ സ്വയം നാഗലക്ഷ്മി ഒരു വളരെ വലിയ ഒരു കൊട്ടാരത്തില് മണ്ണിന്റെ അടിയിൽ വസിക്കുന്നു എന്നും പറയുന്നുണ്ട്.